നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുഞ്ഞിനെ തിരിച്ചു കിട്ടിയതോടുകൂടി അവളുടെ അഹങ്കാരവും കൂടി. ഇതിനൊരു തിരിച്ചടി കൊടുത്തേ പറ്റൂ. എന്ത് ചെയ്യാം? ധനുഷിനൊന്ന് വിളിച്ചു നോക്കിയാലോ? അവനും എന്നെ ഒഴിവാക്കുകയാണോ? അതോ എന്നോട് പറഞ്ഞ വാക്ക് തെറ്റിച്ച് അവൻ സ്നേഹയുമായി കൂടുതൽ അടുപ്പത്തിലായോ? അങ്ങനെ എങ്ങനെ അവൻ എന്നെ ചതിച്ചാ അവനെ ഞാൻ വെച്ചേക്കില്ല. അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എന്നെ ചതിക്കാനുള്ള ധൈര്യം അവനുണ്ടാവില്ല. ഇതാത്ത തന്നെയാ. അവനിപ്പോ അവളോട് കൊഞ്ചി കുഴഞ്ഞിരിപ്പുണ്ടാവും. വൃത്തികെട്ടവൻ. ഇതിനെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അച്ചോടാ. ഓ ബാ, മോക്ക് വിശക്കുന്നുണ്ടോ? ആ, അമ്മ മോക്ക് പാല് തരാട്ടോ. ഓ ഓ ഓ ഓ. വാ 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 വാ. ഓ, പാല് കുടിക്കാം. ഓ ഓ ഓ, ദാ ദാ ദാ. ഈശ്വരാ, കുഞ്ഞു കുപ്പിപ്പാൽ കുടിക്കുന്നില്ലല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആതിരയുടെ അടുത്ത് കൊണ്ടുപോയി കുറച്ച് മുലപ്പാൽ കൊടുക്കാൻ പറഞ്ഞാലോ? വേണ്ട, ഇനിയും അത് അവൾക്കൊരു ബുദ്ധിമുട്ടായാലോ? തൽക്കാലം ഇത് തന്നെ കൊടുക്കാം. ഓ ഓ ഓ, കുടിക്കടാ, കുടിച്ചോ കുടിച്ചോ. എന്തിയാണ് മോളെ, നിനക്ക് പാല് തരാനുള്ള ഭാഗ്യം അമ്മയ്ക്കില്ലാതെ പോയല്ലോ. സാരമില്ല, എൻ്റെ മോളെ തൽക്കാലം ഇത് കുടിക്കുക. ഓ ഓ ഓ. എന്ത് പറ്റി ചേച്ചി? മോള് കുപ്പിപ്പാല് കുടിക്കുന്നില്ല. രാവിലെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോ എന്ത് പറ്റിയെന്ന് അറിയില്ല. അവൾക്ക് കുപ്പിപ്പാലിന്റെ രുചി ഇഷ്ടമായിട്ടുണ്ടാവില്ല. കുഞ്ഞുങ്ങൾക്ക് ഈ പ്രായത്തിൽ കൊടുക്കേണ്ടതേ മുലപ്പാല് തന്നെയാ. അതോർത്ത് ചേച്ചി വിഷമിക്കണ്ട. എന്റെ മൂക്ക് കൊടുക്കുന്നത് പോലെ ഇവക്ക് ഞാൻ പാല് കൊടുത്തോളാം. ഉള്ളത് രണ്ടുപേരും കൂടി ഷെയർ ചെയ്ത് കുടിക്കട്ടെ. ചേച്ചി കുഞ്ഞിനെങ്കിതാ. ഓ ഓ ഓ ഓ. വാ. ഓ, ഇവളിങ്ങനെ പാല് കുടിച്ച് വളരുന്നോണ്ട് ഭാവിയില് നിന്നെ അമ്മയെന്നായിരിക്കും വിളിക്കുന്നത്. അല്ലെങ്കിലും അത് അങ്ങനെ തന്നെയല്ലേ വിളിക്കേണ്ടത്. ഇവളും എന്റെ മോള് തന്നെയല്ലേ? അല്ല മോളെ, കണ്ടില്ലേ, നീ പാല് കൊടുത്തപ്പോ അവൾ അനങ്ങാതിരുന്ന് കുടിക്കുന്നു. പാല് കിട്ടിയപ്പോ അവള് നിന്റെ ഭാഗത്തായി. ഈ രണ്ട് കുഞ്ഞുങ്ങളും എനിക്ക് ഒരുപോലെ തന്നെയാ. എന്നും നല്ല സ്നേഹത്തോടെ തന്നെ
ഇവരിവിടെ വളരണം. എനിക്കത് മതി. ദേ, രണ്ടുപേരും തമ്മിൽ വഴക്കൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. ആഹാ, എന്ത് മണം! എന്തേ കാണിക്കുന്നേ? ആരെങ്കിലും കാണും. ഓ, ഇവിടെ ഇപ്പൊ ആര് വരാനാ? നിന്റെ മുടിയിഴകൾക്ക് മാത്രമല്ല, ശരീരത്തിന് മുഴുവനും നല്ല വാസന സോപ്പിന്റെ മണമുണ്ട്. അപ്പൊ പെണ്ണുങ്ങളുടെ മനസ്സ് കീഴടക്കാനുള്ള മന്ത്രമൊക്കെ അറിയാല്ലേ? ഇതൊക്കെ മോൻ എവിടുന്ന് പഠിച്ചതാ? എവിടുന്നും പഠിച്ചതല്ല. പിന്നെ ഈ വാസന സോപ്പിന്റെ മണം കിട്ടിയപ്പോ സ്വയം തോന്നിയതാ. വൃത്തിയേട്ടാ, അവൻ പറയുന്ന കേട്ടില്ലേ? ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ ഗന്ധം എന്താണെന്ന് അവൻ അറിയില്ലത്രേ. എന്നിട്ട് അവൻ കൊഞ്ചിക്കൊഴിയുന്ന കണ്ടില്ലേ? ഇവിടെ എല്ലാം തകർന്നു നിൽക്കുമ്പോ നീ റൊമാൻസ് കളിക്കുന്ന. ആരോ വന്നല്ലോ. നിനക്ക് ഞാൻ നോക്കാം. നീങ്ങി വന്നേ. ഞാനിവിടെ തീ പിടിച്ച് നിൽക്കുമ്പോ നീ അവിടെ റൊമാൻസ് അഭിനയിച്ച് തകർക്കുക. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവളെ തൊട്ടു പോരുതെന്ന്. എന്നിട്ട് നീ എന്തൊക്കെയാ അവിടെ ചെയ്തു കൂട്ടുന്നേ? അവന്റെ ഒരു പഞ്ചാര വർത്തമാനം എല്ലാം ഞാൻ കേട്ടു. അവളുടെ തൊലിവെളുപ്പിൽ മയങ്ങി നീ എന്നെ ചതിക്കുമെന്ന് എനിക്കിപ്പോ ബലമായ സംശയമുണ്ട്. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നീ അവിടെ കണ്ടതും കേട്ടതും എല്ലാം നമ്മുടെ പ്ലാനിങ്ങിന്റെ ഭാഗം മാത്രമാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.